4 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന +2 കോഴ്സുകൾക്ക് പുറമെ അംഗീകൃത ഡിഗ്രി, PG, ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും ദീപ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു. സ്പെഷ്യൽ ട്യൂഷൻ ഫോർ +2, BCom, BSc, മികച്ച പരിശീലനം, ഉന്നത വിജയശതമാനം. ദീപ കോളേജ്, തോപ്പുംപടി, എറണാകുളം, കാലടി, ചേർത്തല. സ്വർണ്ണാഭരണം മോഷ്ടിച്ച പ്രതി കോടതിയിൽ കീഴടങ്ങി. അയൽവീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6.25 പവൻ സ്വർണ്ണാഭരണം മോഷണം നടത്തിയ പ്രതി പോലീസ് പിടിയിലാകുമെന്നറിഞ്ഞതോടെ കോടതിയിൽ കീഴടങ്ങി. ചന്ദ്രൂർ പട്ടരുവിളിയിൽ റസിയ 39-നെയാണ് അരൂർ പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും എടുത്ത് ശാസ്ത്രീയമായി കുറ്റാന്വേഷണം നടത്തി മോഷണ മുതലുകൾ കണ്ടെടുത്തതെന്ന് അരൂർ SI ഗീതമോൾ S പറഞ്ഞു. അരൂർ പഞ്ചായത്ത് 13-ാം വാർഡിൽ പട്ടത്തറ സേവ്യറിന്റെ വീട്ടിൽ നിന്നാണ് റസിയ മോഷണം നടത്തിയത്. സേവ്യറിന്റെ ഭാര്യ റാണിയുടെ കൂട്ടുകാരിയായിരുന്നു റസിയ. കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് സേവ്യറിന്റെ വീട്ടിൽ നിന്ന് 6.25 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. ഈ ദിവസം രാവിലെ 10 മണിയോടെ സമീപത്തെ വീട്ടിൽ കൂലിപ്പണി എടുത്തിരുന്ന സേവ്യർ വീട്ടിൽ കാപ്പി കുടിക്കാനെത്തിയപ്പോൾ റസിയ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത് സേവ്യർ കണ്ടു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് എന്തിനാണ് വന്നതെന്ന് സേവ്യർ ചോദിച്ചു. റാണിയെ കാണാനായിരുന്നുവെന്നാണ് റസിയ മറുപടി പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി 11-ന് റാണി അലമാര തുറന്നു നോക്കിയപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി അറിയുന്നത്. തുടർന്ന് ഇവർ അരൂർ പോലീസിൽ പരാതി നൽകി. സംശയം തോന്നിയ റസിയയുടെ പേരും പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് റസിയയെ വിളിപ്പിച്ചില്ല. പകരം റാണിയുടെ മക്കളെയും ഭർത്താവിനെയും ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയായിരുന്നെന്ന് പറയുന്നു. തൊഴിലാളിയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 6.25 പവൻ്റെ പൊന്ന് പോയി. അത് ഞാൻ സങ്കടത്തോടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസുകാർ ഇതുവരെയായിട്ടും ഞങ്ങൾക്കൊന്നും ഒരു അറിയിപ്പും തന്നില്ല. പ്രതിയെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചിട്ടതല്ലാണ്ട് എന്നെ കാണാനും അതൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ സേവനത്തിലൊക്കെ പറഞ്ഞതുകൊണ്ടുണ്ട്, അവരെന്നെ അറിയിച്ചത് കൊണ്ടുമാണ് ഞാൻ അവിടെ നിന്ന് സ്വർണം കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓടി പോലീസ് സ്റ്റേഷനിൽ ചെന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേനും നിങ്ങൾ പ്രതിനെ കൊണ്ടുവന്നാന്ന് ചോദിച്ചപ്പോഴത്തേനും കൊണ്ടുവന്നത് അവർ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഇതുവരെയായിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ മകനും എൻ്റെ കെട്ടിയാനുമാണ്. കെട്ടിയാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. എൻ്റെ മകൾ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നതാണ്. എന്നിട്ട് അവളുടെ മക്കളെയും ഫെബ്രുവരി 10-ാം തീയതിയാണ് മോഷണം പോയത്. എൻ്റെ ഫെബ്രുവരി 23-ാം തീയതി വീട്ടിൽ കൊണ്ടുവന്നാക്കി ആക്കിയിട്ട് ഇപ്പോഴും എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. അവരുടെ ഭാവിയും പോയി, എൻ്റെ മക്കളുടെ ഭാവിയും പോയി. ഞാനും എൻ്റെ കെട്ടിയാരും ഈ കയറിറങ്ങി നടപ്പ് തന്നെ 3 ദിവസം ജയിലിൽ പോയി കിടന്ന്. എന്നിട്ടും അവരൊരു തീരുമാനമാക്കിയില്ല. ഞാൻ അങ്ങാടങ്ങളും ചോദിക്കുന്നല്ലാതെ അവർ ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ല. അതേ പിന്നെ ഞാൻ മടുത്തിരിക്കരുത്. നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെയാണ് മോഷണം നടത്തിയെന്ന് പോലീസ് താക്കീത് ചെയ്തതായി ഇവർ ആരോപിച്ചു. വീട്ടുകാർ ചേർത്തല DYSPക്ക് വിവരങ്ങൾ കാണിച്ച് പരാതി നൽകി. 1 മാസത്തിനുള്ളിൽ നടപടിയുണ്ടാകുമെന്ന് ഇവർ അറിയിച്ചിരുന്നു. ഇതിനിടെ എരമല്ലൂരിലെ ഒരു ജ്വല്ലറിയിൽ കൊന്തയും കുരിശും 2ആയി പൊട്ടിയ മാലയുമായി റസിയ എത്തി. ചന്ദ്രൂർ സ്വദേശിയായ സെയിൽസ് ഗേളിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവർ റസിയോട് ഇത് കുരിശുമാലയല്ലേ എന്ന് ചോദിച്ചു. ഇതേ തുടർന്ന് റസിയ സ്വർണവുമായി ഓടിപ്പോയി. ഈ വിവരം സേവറിന്റെ വീട്ടിൽ അറിഞ്ഞു. ഇതേ തുടർന്ന് ഇവർ ഈ വിവരങ്ങൾ അരൂർ പോലീസിൽ അറിയിച്ചു. പോലീസ് അന്വേഷണം നടത്തിയതായി പറയുന്നു. എന്നാൽ ഏതാനും ദിവസം മുമ്പ് റസിയ കോടതിയിൽ കീഴടങ്ങി. തുടർന്ന് അരൂർ പോലീസ് ഇവരെ കോടതിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. നടത്തിയ അന്വേഷണത്തിലാണ് റാണിയുടെ 6.25 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം നടത്തിയതായും മോഷണം മുതൽ മറ്റൊരു സ്വർണ്ണക്കടയിൽ നിന്നും മാറ്റിവാങ്ങിയതായും പോലീസിനോട് ഇവർ വെളിപ്പെടുത്തി. മോഷണം മുതൽ മുഴുവനായും പോലീസ് കണ്ടെടുത്ത് അറിയിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. അരൂർ SHO KG പ്രതാപ് ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, അരൂർ.